ഓടി അങ്ങോട്ട് ഓടിയേ. കൊറേ പ്രാവുകള് നോക്കിയ മുകളില് തൂറിടൂട്ടാ. പ്രാവുകളുടെ സ്ഥലം. ഇവിടെ ആൾക്കാർ സീറ്റ് കൊടുക്കുന്നുണ്ട്. ആ വയ്യോ. നമ്മുടെ നാട്ടിൽ വേണം കറപ്ഷൻ ഒഴിവാക്കാൻ വേണ്ടി കിടിലൻ ഐഡിയ ആണ്. ഈ കാർഡ് വഴി ATM കാർഡ് വഴി പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ 20 രൂപ എൻട്രൻസ്, ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ 25 രൂപ. അപ്പൊ എല്ലാരും കാർഡ് വഴി പേയ്മെന്റ് നടത്തും അല്ലേ? അപ്പൊ ഇതെന്താ വെച്ചാൽ അത്ര അടിപൊളിയാ, കറപ്ഷനൊക്കെ ഒഴിവാക്കാം. ബാർകോഡ് സ്കാൻ ചെയ്യുന്നത് കൊള്ളാല്ലേ? ജന്തർ മന്തർ എന്താ സംഭവം എന്ന് എനിക്ക് ഒരു ഇവിടത്തില്ല, പക്ഷെ നല്ല പൂന്തോട്ടം, നല്ല സ്ഥലം. ക്യാപ്പ് ഇങ്ങനെ ക്രഷ് ചെയ്ത് ഇങ്ങനെ നമ്മൾ ക്രഷ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തോടെ ഇട്ടിട്ട് വേണം ബോട്ടിൽ നമുക്ക് ക്രഷ് ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മളുടെ ബോട്ടിൽ റീയൂസ് ചെയ്യും. അത് ഭയങ്കര ഒരു മാഫിയാണ് നോർത്ത് ഇന്ത്യയിലൊക്കെ. അത് സത്യം പറഞ്ഞാൽ നമ്മുടെ വാട്ടർ ശരിക്കും പൊല്യൂട്ടഡ് ആയിട്ട് വരെ ഇവിടെ വിൽക്കാറുണ്ട്, ഡ്രിങ്കിങ് വാട്ടർ. അപ്പോൾ അത്ര സീരിയസ് ക്രൈമാണ്. അപ്പോൾ ഇതിങ്ങനെ ബോട്ടിലിൻ്റെ അകത്ത് ഗ്യാപ്പാക്കി കഴിഞ്ഞാൽ അത് പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല, അവർക്ക് റീയൂസ് ചെയ്യാനും പറ്റില്ല. ഇങ്ങനെയാണ് നമ്മളെ തന്നെ സേവ് ചെയ്യുന്നത്. ഈ ഇത് ബാക്കിലത്തെ ഇതെന്ന് പറയുന്നത് സണ്ണിൻ്റെ മൂണിൻ്റെ പൊസിഷൻസ്. അതായത് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഈവനിങ് ആണ്, അപ്പോൾ വേറൊരു രാജ്യത്ത് ചിലപ്പോൾ രാവിലെ ആവാം, ചിലപ്പോൾ നൂണാവാം. അത് മനസ്സിലാക്കാൻ കെട്ടിയിരിക്കുന്ന സംഭവമാണെന്നാണ് പറയുന്നത്. പക്ഷെ അവിടേക്ക് എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ്. ഈ സംഭവം എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല, ആർക്കും മനസ്സിലായില്ല. ജസ്റ്റ് ഒരാളെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടെങ്കിൽ ഇത് നല്ലതാണ്. ഇത് ആർക്കും എക്സ്പ്ലെയിൻ ചെയ്യില്ല, ജസ്റ്റ് ഫോട്ടോ എടുക്കാനുള്ള സ്ഥലം മാത്രമേ. കുറെ പാർക്കും ബാക്കിലും കുറെ സാധനമുണ്ട്, പഠിക്കാനുള്ളതാണ്. ആക്ച്വലി ആസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററിയാ, പക്ഷേ ഒന്നും അറിഞ്ഞൂടാ, ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്നൊരു, പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരാള് പോലും. ജസ്റ്റ് ഒരു ഐപാഡ് എങ്കിലും വെച്ചാൽ ആൾക്കാർക്ക് മനസ്സിലായിട്ട്. ഇതൊന്നും സാധനം മനസ്സിലാവില്ല. അന്നത്തെ കാലത്ത് സയൻസ് ആണ് ഫുള്ള്, വെള്ളമൊക്കെ നിറച്ചിട്ടുള്ളത്. സയൻസ് അല്ല, അതിന് മുകളിൽ കൂടെ ചാടി ഇറങ്ങും വെള്ളത്തിൽ. മുകളിൽ നിന്ന് ചാടി കഴിഞ്ഞാൽ എത്രോളം വരും. മുമ്പിൽ കുളം. അതിനുശേഷം ഈ സായിപ്പന്മാരൊക്കെ ഇവിടെ ഒന്ന് അത് ഫുള്ള് സയൻസിന്റെ എന്തൊക്കെയാ സാധനങ്ങളൊക്കെയാ പരിപാടികൾ. എന്താ സംഭവം അറിയില്ല അല്ലേ? എല്ലാം സണ്ണ് റിലേറ്റഡ് സാധനങ്ങളാ. ഇതിങ്ങനെ ഇത് കുറച്ച് റെഡ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. 2 സാധനങ്ങളുണ്ട്. പണ്ട് കയറ്റാറുണ്ടെന്ന് തോന്നുന്നു. ഇറങ്ങി നോക്കാം. ഇത് ഇവിടെ ഇങ്ങനെ വലിയ പടിയൊക്കെ ഉണ്ട്. ഫുൾ സ്റ്റെപ്പുകളാ, അങ്ങോട്ടും ഇങ്ങോട്ടും 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 കുറേ സ്റ്റെപ്പുകള്. ഇത് എങ്ങോട്ടീ പോണത്? ഇതിന്റെ മുകളിൽ നിന്ന് ആത്മഹത്യക്ക് ചെയ്യാം അല്ലേ? ആത്മഹത്യ പണ്ട് ഇതിന്റെ മുകളിൽ നിന്ന് ചാടാൻ വേണ്ടി താഴേക്ക് വെള്ളത്തിലേക്ക് ഫുള്ള് വെള്ളം നിറയ്ക്കും. അങ്ങനെയാണ് സണ്ണിന്റെ പൊസിഷനൊക്കെ മനസ്സിലാക്കി. സണ്ണിന്റെ മൂണിന്റെ റിഫ്ലക്ഷൻസ് ഒക്കെ വെച്ചിട്ട് നോക്ക് കണ്ട, അതെന്തോ റിഫ്ലക്ഷൻ വരുന്ന സംഭവം. ഷേപ്പും വളഞ്ഞു വരുന്നതൊക്കെ അല്ലേ? ഞാനിങ്ങനെ ഇതിനുള്ളിൽ വീണാലേ. ഇത് വലിയ കണ്ടുപിടുത്താണ് ഇവിടുത്തെ രാജാവ് ചെയ്തത്, പക്ഷെ നമുക്കൊന്നും മനസ്സിലാവില്ല. 200 വർഷം മുമ്പ് ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ. ഓറഞ്ച് എങ്ങനെ ഉണ്ട് ഐസ്ക്രീം? 15-10 രൂപയൊക്കെ ഐസ് കിട്ടും ഇവിടെ. നല്ല ഒറിജിനൽ സാധനമാണ്, ബ്രാൻഡഡ് സാധനം. മൈക്രോസോഫ്റ്റിന്റെ ഓഫീസ് അതല്ലേ, വലിയ മാർക്കറ്റ് ഡൽഹി. ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാം. സെക്യൂരിറ്റി ഗാർഡിന് നിൽക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടാ. എടാ ഇത് ഒരു രക്ഷയില്ലാത്ത മാർക്കറ്റില്ലേ? ഇത് ഇവരെന്നെ സമ്മതിച്ചു തിരുപ്പൂർ നിന്ന് കൊണ്ടുവന്ന സാധനമാണെന്ന്. എല്ലാ ടീഷർട്ടും തമിഴ്നാട്ടിൽ നിന്നുള്ളതാണ്. അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾ തിരുപ്പൂരിൽ 50 രൂപയ്ക്ക് സാധനം കിട്ടുമെന്ന് പറഞ്ഞു.
പട്ടാളക്കാര് സെക്യൂരിറ്റി ചെയ്തിട്ടാണ് ഇവിടെ സാധനം ഫുൾ സെക്യൂരിറ്റി ആയിട്ട് കാരണം ആൾക്കാർക്കൊരു പ്രശ്നം പറ്റാൻ പാടില്ല. അത്രയും ആൾക്കാരില്ലേ ഇവിടെ? അത് ഇപ്പൊ 5 മണിയപ്പോഴാണ്. എടാ ഇത് 5 മണിയായിട്ടുള്ളൂ. തിരക്ക് കൂടുതൽ. വസുവിടെ ചെരുപ്പ് വാങ്ങിച്ചു കടയിൽ നിന്ന്. റേറ്റ് കമ്മി ചെയ്ത് വണ്ടിയിൽ മേടിച്ചു. ഞാൻ ഇവിടുന്ന് ചെരുപ്പ് വാങ്ങിച്ചു, നല്ല ചെരുപ്പാണ്. അത് ആഷിന്റെ ടീഷർട്ട്. ആക്ച്വലി അവര് 400 രൂപ പറഞ്ഞ സാധനമാണ്. ഇത് ഞങ്ങൾ പറഞ്ഞ് 200 ആക്കിയിട്ടുണ്ട്. നീ പൊട്ടിച്ചോ? വരട്ടെ. ഇവിടുന്ന് ഇറങ്ങി ഞാൻ വാസു നീ ഇങ്ങോട്ട് വാ. അവര് വന്നോളൂ. ഞങ്ങളിവിടെ ഉണ്ടാവും. ഇതാണ് മാർക്കറ്റ്. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇതാണ് സ്ട്രീറ്റ് പോലെ. ഇവിടുന്ന് കുറേ സാധനങ്ങൾ വാങ്ങാൻ വെച്ചത്. ഞാൻ അങ്ങനെ വാങ്ങി പോവാ. നമ്മൾ ഒരു റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പകുതി പറയാ, പിന്നെ ഒരു കുറച്ച് കഴിഞ്ഞാൽ കിട്ടും. ഇപ്പോൾ 300 ആണെങ്കിൽ 150 പറയാ, 200 രൂപയ്ക്ക് കിട്ടും. അങ്ങനെയൊക്കെ. ഇതിനാളും കുറവ് വേഷന് ആൾക്കാരുണ്ട്. അതൊക്കെയാണ് ആശയം. 300 രൂപയ്ക്ക് പറഞ്ഞ സാധനം 100 രൂപയ്ക്കൊക്കെ 50 രൂപയ്ക്ക് വാങ്ങുന്നത്. പക്ഷെ നമുക്കത് പറ്റില്ല. അതുകൊണ്ടാണ് നിസാമുദ്ദീൻ പോകാനുള്ള ബസ് സ്റ്റോപ്പിലെത്തി. ബസ്സിൽ പോയിരുന്നു പ്രതീക്ഷിക്കണം. നിസാമുദ്ദീൻ ഖദർ ബസ് വരുന്നുണ്ട്. തിരക്കാണ്. ഡൽഹിയിലെ AC ബസ്സിന് റേറ്റ് കുറവാണ്. AC ആണെങ്കിൽ നോൺ AC ആണെങ്കിൽ വലിയ വ്യത്യാസമില്ല. 5 രൂപയുടെ വ്യത്യാസം ഉണ്ടാവും. 4 പേർക്ക് 60 രൂപ. ഇത് ബൈക്ക് ഓട്ടോ, ഇലക്ട്രിക് ആണ് ഓട്ടോ. ഇതേപോലത്തെ ഓട്ടോയിലാണ് കയറിയിരിക്കണം. ഇലക്ട്രിക് ആണോ പൂര? ഇതൊരു 4-5 വർഷമായിട്ടുണ്ട് ഡൽഹിയിൽ ഈ സാധനം വന്നിട്ട്. നല്ലതാണ്. ഇലക്ട്രിക് സ്മൂത്തായിട്ട് ഓടുന്നുണ്ട്. അതെ, നമ്മൾ ഇന്ത്യയിലുള്ള പല പല റൈഡുകളും പരീക്ഷിക്കുക. നമ്മൾ പഴനി പോയപ്പോൾ അവിടുത്തെ റൈഡ് കയറിയില്ല. അതേപോലെ കൊടുത്തോളൂ. 10 രൂപ പെർ പേഴ്സൺ. ബസ് കയറിക്കോ. ഇപ്പോൾ നിങ്ങൾ വെബ്സൈറ്റിൽ കൂടെയാണ് കാണുന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് നിങ്ങളുടെ മൗസ് കൊണ്ട് നിങ്ങളുടെ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. നിങ്ങൾ മൊബൈലിലാണ് കാണുന്നതെങ്കിൽ ഇവിടെ വന്ന് റെഡ് ബട്ടൺ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കിയതിന് ശേഷം ഒരു ബെല്ലൈക്കൺ ഉണ്ട്. ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യേണ്ടതാണ്.